ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ NIOSൻ്റെ 302 കോഡിലെ ഇംഗ്ലീഷിൻ്റെ ചാപ്റ്ററാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 16 ആണ്. 16ൻ്റെ പേര് ഐ മസ്റ്റ് നോ ദ ട്രൂത്ത്. ഞാൻ എന്തായാലും സത്യം തിരിച്ചറിയണം. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിനു വേണ്ടി നമ്മൾ അറിയേണ്ട കാര്യം, ആരാധന എന്ന് പറയുന്നത് ഒരു അടിപൊളി ഡാൻസറാണ്. അപ്പം പുള്ളിക്കാരിയുടെ ഡാൻസിൻ്റെ ഷോ ഏറ്റവും ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസത്തെ നരേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു സ്റ്റോറി. ആ ദിവസത്തിൽ അവൾക്ക് സംഭവിക്കുന്ന വളരെ വിഷമകരമായ ഒരു കാര്യവും ഈ സ്റ്റോറിയിൽ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 1 എന്ന് പറയുന്നത് ഷോർട്ട്ലി ബിഫോർ ദ ആനുവൽ ഡാൻസ് ഷോ ഓഫ് ദ കമലാ ദേവി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് commenced. I slipped backstage once more and hugged her. See what you have done, wailed my sister. You have crushed the flowers in my hair. She patted hair back into the place and arranged the pleats of the Bharatanatyam dress. അപ്പം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ കമലാദേവി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ ഒരു പ്രോഗ്രാം നടക്കാൻ പോവാണ്. ആനുവൽ ഫംഗ്ഷൻ നടക്കാൻ പോവാണ്, ആനുവൽ ഡേ ഫംഗ്ഷൻ. ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യാൻ പോകുന്നത്, ആദ്യത്തെ ഡാൻസ്, സ്റ്റാർട്ടിംഗ് ഡാൻസ്, ഇനാഗുറേഷൻ ഡാൻസ് ചെയ്യാൻ പോകുന്നത് ആരാധനയാണ്. ആരാധന വളരെ നല്ലൊരു ഡാൻസറാണ്. ആരാധന സിസ്റ്റർ പോയിട്ട് ആരാധനയെ ഹഗ് ചെയ്തു. സിസ്റ്റർ എന്ന് പറയുന്ന ആരാണ്? സിസ്റ്ററാണ് നമുക്ക് ഈ കഥ പറഞ്ഞു തരുന്ന ആൾ. അപ്പോൾ ആരാധനയെ പോയി ഹഗ് ചെയ്തപ്പോൾ ആരാധന പറഞ്ഞു, നോക്കിയാണ് നീ എന്താണ് ഈ ചെയ്തതെന്ന്, എൻ്റെ തലമുടിയിലിരുന്ന പൂക്കളെല്ലാം നീ നശിപ്പിച്ചോ എന്ന് ചോദിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ആരാധന അവളുടെ ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടു, തലയിലെ പൂക്കളൊക്കെ ശരിയായിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചു. ഓ യു ലുക്ക് ഗ്രേറ്റ്, ഐ ടോൾഡ് ഹെർ. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നീ നന്നായിരിക്കുന്നു എന്ന് ഞാൻ അവളോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? ആരാധനയോട് സിസ്റ്റർ പറഞ്ഞു. മൈ സിസ്റ്റർ ഡിഡ് നോട്ട് ബിലീവ് മീ. പക്ഷെ എന്താണ്? ആരാധന അത് വിശ്വസിച്ചില്ല. അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് സിസ്റ്റർ പറഞ്ഞ ആരാധന വിശ്വസിച്ചില്ല. അവൾ എന്ത് ചെയ്തു? അതിനുശേഷം ഷീ ടേൺ ടുവേർഡ്സ് ദ മിറർ ആൻഡ് സ്റ്റെയർഡ് അറ്റ് ഹെർസെൽഫ്. അവൾ തിരിഞ്ഞ് കണ്ണാടിയിലേക്ക് അവൾ ഒന്ന് നോക്കി. സിസ്റ്റർ പറഞ്ഞ സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആരാധന കണ്ണാടിയിലേക്ക് നോക്കി. അവർ ഐസ് മെറ്റ്. You are beautiful, whispered my sister, even without the flowers, ornaments and all these. നീ ഈ പൂക്കളോ ആഭരണങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നിന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ കുറേ നേരമായിട്ട് ആരാധനയുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ, കഥ നരേറ്റ് ചെയ്യുന്ന ആളിൻ്റെ പേര് പറഞ്ഞില്ല. അപ്പോൾ കഥ നരേറ്റ് ചെയ്യുന്നത് സിമിയാണ്. സിമി എന്ന് പറയുന്നത് ആരാധനയുടെ സിസ്റ്ററാണ്. അപ്പം സിമി ആരാധനയുടെ അടുത്ത് എന്ത് പറഞ്ഞു? നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നീ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരാധന തിരിച്ച് സിമിയേയും പറഞ്ഞു നിന്നെ കാണാനും എന്ന് പറഞ്ഞ് നിർത്തിയപ്പോൾ സിമി പറഞ്ഞു, എനിക്കറിയാം നീ എന്താണ് പറയാൻ പോകുന്നത്, എന്നെ കാണാനും ഫെയർ ആയിട്ടുണ്ട് എന്നല്ലേ. സിമിയുടെ മനസ്സിൽ ചെറിയൊരു ദേഷ്യം ഉണ്ടായി. കാരണം എന്താണ്? ആരാധന നല്ല ഭംഗിയുള്ളവളാണ്. അവളെ സിമിക്ക് അവളുടെ അത്ര ഭംഗിയോ അവളുടെ അത്ര ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ്, മൂക്ക്, ചുണ്ട് അതൊക്കെ കാണാൻ ഭംഗിയുള്ളത്, നല്ല ആ കണ്ണിൻ്റെ ഫീച്ചർ കൊള്ളാമെന്ന് നമ്മൾ പറയത്തില്ല. അപ്പോൾ ആരാധനയുടെ ഓരോ പാർട്സ് നല്ല ഭംഗിയാണ് കാണാൻ. സിമി അത്രത്തോളം ഭംഗിയില്ല. അപ്പോൾ സിമി പറഞ്ഞു, ഞാൻ നിൻ്റെ അത്ര ഭംഗിയുള്ളവളും അല്ല, പക്ഷേ നിൻ്റെ പകുതിയുടെ കഴിവ് പോലും എനിക്കില്ല, നീ കുറച്ച് ഇരുണ്ടു പോയെങ്കിലും. സിമി പറയുകയാണ് ആരാധന കുറച്ച് കറുത്തവളാണ്, കുറച്ച് ഡാർക്ക് കളറാണ്. കളർ കറുപ്പായി പോകുന്ന ഒരു മാറ്ററുള്ള കാര്യമില്ല. കാരണം എന്താണ്? ആരാധന വളരെ നല്ലവളാണ്, നല്ല കഴിവുള്ളവളാണ്. ലുക്ക്, ഐ സെഡ്, യു ആർ എ ഗ്രേറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ, യു വിൽ പ്രൂവ് ഇറ്റ് ടുഡേ. നോക്ക്, നീ നല്ല ഭംഗിയുള്ളവളാണ്, കഴിവുള്ളവളാണെന്ന് നീ ഇന്ന് പ്രൂവ് ചെയ്യാൻ കൂടി പോവുകയാണെന്ന് സിമി ആരാധനയോട് പറഞ്ഞു. ആരാധന സ്മൈൽഡ് ആൻഡ് സെഡ്, യു ബെറ്റർ ലീവ് നൗ സിമി, കീപ് ഫിംഗേഴ്സ് ക്രോസ്ഡ്. ആരാധന ചിരിച്ചിട്ടുണ്ട്. നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. ഡാൻസൊക്കെ, ഭരതനാട്യമൊക്കെ നല്ലതുപോലെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നീ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് സിമിയുടെ അടുത്ത് പറഞ്ഞു. ആസ് ഐ ടേൺ ടു ലീവ് I saw Dadi and Pramila making their way through the crowd of excited girls. As I turned to leave, ആരാണ് ഇവിടെ ലീവ് ചെയ്യാൻ പോകുന്നത്? സിമിയാണ് ഈ സ്റ്റോറി നമുക്ക് നരേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിമി തിരിച്ചു പോകുമ്പോൾ സിമി ആരെ കാണുകയാണ്? സിമി ദാദിയുമായി ഗ്രാൻഡ് മദറിനെയും അതുപോലെ തന്നെ ആൻറ്റി പ്രമീളയെയും കാണുകയാണ്. അവർ തിരക്കിൽ നിന്നും ആരാധനയുടെ അടുത്തേക്ക് വരുവാണ്. സിമി എന്ത് പറഞ്ഞു? ഇത് പ്രമീള ആൻറ്റി വരുന്നെന്ന് പറഞ്ഞപ്പോൾ ആരാധന ഒന്ന് മുകളിലേക്ക് ഒന്ന് കണ്ണുയർത്തി നോക്കി. ആരാധനയ്ക്ക് ആൻറ്റിയെ ഇഷ്ടമല്ല. കാരണം എന്താണ്? ആൻറ്റി അത്ര നല്ലൊരു ക്യാരക്ടറല്ല ഈ സ്റ്റോറിയിൽ. പ്രമീള എന്ന് പറയുന്ന ആൻറ്റിയെ നല്ലൊരു ക്യാരക്ടറായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്? ആൻറ്റിക്കൊരു സ്നേഹമോ അല്ലെങ്കിൽ എന്തും എടുത്തടിച്ച് പറയുന്ന ഒരു പ്രകൃതി, ഒരു
ഒരു പ്രകൃതക്കാരിയാണ് ആൻറ്റി, അതുകൊണ്ട് തന്നെ ആരാധനയ്ക്ക് ആൻറ്റിയെ വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ സിമി പറഞ്ഞു, നീ ഒരു നല്ല ഒരു ദിവസമാണ്, അപ്പോൾ നീ ആൻറ്റീൻ്റെ അടുത്ത് മോശമായിട്ടൊന്നും പറയും, നീ നിൻ്റെ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യും, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കാതെ നീ ഭരതനാട്യത്തിൽ എങ്ങനെയാണോ ചിരിക്കുന്നത് അതുപോലെ ചിരിക്കും, നിൻ്റെ മുഖത്ത് ചിരി വരട്ടെ, നീ ആൻറ്റി പറയുന്നതൊന്നും കാര്യമാക്കണ്ട എന്ന് സിമി ആരാധനയോട് പറഞ്ഞു. മൈ ഗ്രാൻഡ് മദർ ഹൂ സഫേർഡ് ഫ്രം റൂമറ്റിസം വോൾഡഡ് ടുവേർഡ്സ് മൈ സിസ്റ്റർ. ഇപ്പോൾ റൂമറ്റിസം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? വാദം എന്നാണ്. അപ്പോൾ മുത്തശ്ശിക്ക് ചെറുതായിട്ട് വാദത്തിൻ്റെ അസുഖമുണ്ട്. അത് മുത്തശ്ശി എന്താണ് പതിയെ ആരാധനയുടെ അടുത്തെത്തി. മൈ മദർ അപ്പിയർഡ് ഫ്രം ബിഹൈൻഡ് ഹർ ആൻഡ് സെഡ് ഇൻ ഹർ അംബാസിഡർ വോയിസ്. അപ്പോൾ മുത്തശ്ശിയുടെ പിറകിൽ അമ്മ ഉണ്ടായിരുന്ന അമ്മ ആരാധനയെടുത്ത് സ്നേഹത്തോട് ചോദിക്കുകയാണ്, നോക്കൂ മോളെ, നോക്കൂ ആരാധന, നിന്നെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിനക്ക് ആശംസകൾ പറയാൻ വേണ്ടിയിട്ട് ആരാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് നോക്ക്. ഹി ഗേവ് സിസ്റ്റർ വൺ ഓഫ് ഹെർ ബെസ്റ്റ് സ്മൈൽസ്. അപ്പോൾ ആരാധന അത് കേട്ടിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായി. മുത്തശ്ശി അസുഖം ഉണ്ടായിട്ട് മുത്തശ്ശി അവളെ ആശംസിക്കാനും അവളുടെ അടുത്തേക്ക് വന്നല്ലോ അവൾക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. മൈ മദർ ലുക്സ് 10 years യങ്ങർ വെൻ ഷീ സ്മൈൽസ്. അപ്പോൾ ആരാധനയുടെ മുഖത്ത് ആ ചിരി കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മയും ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ സിമിക്ക് തോന്നി. അമ്മയുടെ മുഖത്ത് ഉണ്ടായ ആ സന്തോഷവും ആ പ്രകാശമൊക്കെ കണ്ടിട്ട് സിമിക്ക് തോന്നി അമ്മയ്ക്ക് ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ അവൾക്ക് ഫീൽ ചെയ്തു. ആ മുത്തശ്ശി മാത്രമല്ല, മുത്തശ്ശനും വന്നിട്ടുണ്ട്. ഹീ ഈസ് സിറ്റിംഗ് ഇൻ ദ ഫ്രണ്ട് റോ. ആ മുത്തശ്ശൻ ഇപ്പോൾ ഫ്രണ്ട് റോയിൽ അവളുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് റോയിൽ തന്നെ ഇരിപ്പുണ്ട്. ആൻഡ് സോ ഹാസ് യുവർ ഫാദർ. അമ്മ പറഞ്ഞു, മുത്തശ്ശൻ മാത്രമല്ല അച്ഛനും അവളുടെ പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ടെന്ന് അമ്മ അവളോട് സ്നേഹത്തോട് പറഞ്ഞു. ഷീ ഹേൾഡ് മൈ സിസ്റ്റേഴ്സ് ആം ലെങ്ത് ആൻഡ് സെഡ് ജെന്റ്ലി, വി ആർ സോ പ്രൗഡ് ഓഫ് യു ആരാധന. അമ്മ അവളുടെ കൈ പിടിച്ചിട്ട്, ആരാധനയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ നിന്നിൽ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് ആരാധന. അമ്മയ്ക്കും അച്ഛനുമൊക്കെ ഒരുപാട് സന്തോഷമായി. അവർ ആരാധനയുടെ കാര്യത്തിൽ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. കാരണം എന്താണ്, അവളുടെ സ്കൂളിൻ്റെ ഇനാഗുറേഷന് അവളെ തന്നെ സെലക്ട് ചെയ്തതില്ല, ഇനാഗുറേഷൻ ഡാൻസ് കളിക്കാൻ അവളെ തന്നെ സെലക്ട് ചെയ്തതിലൊക്കെ ആരാധനയുടെ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും സിസ്റ്ററും ഒക്കെ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. എക്സെപ്റ്റ് പ്രമീള, നമ്മുടെ പ്രമീള ആൻറ്റി ഒഴികെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഫാദർ ആൻഡ് ഐ ഹാവ് സംതിങ് വെരി സ്പെഷ്യൽ ഫോർ യു ഓൺ ദിസ് ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാനും അച്ഛനും നിനക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വി വോണ്ട് ടു ഗീവ് ഇറ്റ് ടു യു ഓൺ യുവർ 18th ബർത്ത്ഡേ നെക്സ്റ്റ് മന്ത്, ബട്ട് വി തോട്ട് ടുഡേ വാസ് എ മോർ അപ്രോപ്രിയേറ്റ് ഒക്കേഷൻ. നിൻ്റെ അടുത്ത ബർത്ത്ഡേക്ക് അവൾക്ക് എത്ര വയസ്സാവുകയാണ്? 18 വയസ്സാവുകയാണ്. ആ സമയത്ത് തരാൻ വെച്ചിരുന്ന ഗിഫ്റ്റാണ്. പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നു ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു ടൈം, ഏറ്റവും കറക്റ്റായിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ നിനക്ക് ആ ഗിഫ്റ്റ് തരുന്നതാണ് ഏറ്റവും നല്ല ടൈമെന്ന് ഞങ്ങൾക്ക് തോന്നി. വി വോണ്ട് യു ടു വെയർ ഇറ്റ് ടുഡേ. ഞങ്ങൾക്ക് നീ അത് ഇന്ന് അണിഞ്ഞ് കാണണമെന്ന് അമ്മ പറഞ്ഞു. ഷീ ടേൺ ടു മീ ആൻഡ് സെഡ്. ഷീ ടേൺ ടു മീ എന്ന് വെച്ചാൽ അമ്മ സിമിയോട്, നരേറ്ററോട്, കഥ പറയുന്ന സിമി, അതായത് സിസ്റ്ററിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, സിമി പെട്ടെന്ന് ഓടിപ്പോയി അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ സിമി എന്ത് ചോദിച്ചു, ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വരാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കാം അതെന്താണ്? വാട്ട് മമ്മി? ഐ ആസ്ക്ഡ് പസിൽഡ്. അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി, എന്തായിരിക്കും അമ്മയും അച്ഛനും അവൾക്ക് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ്? അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു എന്താണെന്ന്. വാട്ട് ഹാവ് യു ബോട്ട് ഫോർ ആരാധന? നിങ്ങൾ എന്താണ് ആരാധനയ്ക്ക് വേണ്ടി മേടിച്ചത്? നെവർ മൈൻഡ്, മൈ മദർ സൈൻഡ്, ഐ വിൽ ഗെറ്റ് ഇറ്റ് മൈ സെൽഫ്. സാരമില്ല, സിമി കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കണോണ്ട് അമ്മ പറഞ്ഞു, നീ പോയി വാങ്ങണ്ട, ഞാൻ പോയി വാങ്ങിക്കോളാം. യു ഹെൽപ്പ് ഗ്രാൻഡ് മദർ ആൻഡ് പ്രമീള ബാക്ക് ടു ദെയർ സീറ്റ്. നീ പ്രമീള ആൻറ്റിയെയും മുത്തശ്ശിയെയും അവരെ സീറ്റിലേക്ക് കൊണ്ടിരുത്തുക, അതിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. മൂവ് ബാക്ക് പ്രൊട്ടസ്റ്റഡ് ഗ്രാൻഡ്മ. അപ്പോൾ സിമി ഗ്രാൻഡ്മയും പ്രമീള ആൻറ്റിയും കൊണ്ടിരുത്താൻ പോകുമ്പോൾ ഗ്രാൻഡ്മ സിമിയുടെ അടുത്ത് പറഞ്ഞ്, നീ അങ്ങോട്ട് മാറി നിൽക്കും, ഞാൻ എൻ്റെ കുഞ്ഞിനെ നല്ലോലെ ഒന്ന് കണ്ടോട്ടെ, ഈ വേഷത്തിൽ അവളെ ഞാൻ നല്ലോലെ കണ്ടില്ല. ഐ ഹാവിൻ ഈവൻ ഹാഡ് ടൈം ടു ലുക്ക് അറ്റ് ആരാധന പ്രോപ്പർലി. ഐ ഹാവിൻ എക്സ്ചേഞ്ച് എ സിംഗിൾ വേർഡ് വിത്ത് ഹർ. ഞാൻ അവളോട് ഒന്നും പറഞ്ഞില്ല, അവൾക്ക് ഞാൻ എൻ്റെ ആശംസകളൊന്നും കൊടുത്തില്ല. ലെറ്റ് മീ ലുക്ക് അറ്റ് യു ചൈൽഡ്. ഷീ റിഗാർഡഡ് മൈ സിസ്റ്റർ ടെൻഡേർഡ്ലി. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്ന് നല്ലപോലെ കണ്ടോട്ടെ ഈ വേഷത്തിൽ, ഞാൻ അവളോട് ഒന്നും പറഞ്ഞില്ല, ഞാൻ അവൾക്ക് എൻ്റെ ആശംസകളൊക്കെ കൊടുക്കട്ടെ എന്ന് മുത്തശ്ശി പറഞ്ഞു. യു ലുക്ക് വണ്ടർഫുൾ ആൻഡ് വാട്ട് എ ഗുഡ് ഫിഗർ യു ഹാവ്. ഡോണ്ട് നെഗ്ലക്റ്റ് ഇറ്റ് ഡിയർ ലൈക്ക് ഐ ഡിഡ്. നീ വളരെ സുന്ദരിയായിട്ടുണ്ട് മോളെ, ഞാൻ ചെയ്തതുപോലെ നീ മണ്ടത്തരം കാണിക്കരുത്. നീ ഒരിക്കലും നിൻ്റെ ഈ ഡാൻസ് എന്ന കരിയറിനെ നീ
മറന്നു പോകരുത്, അല്ലെങ്കിൽ അതിനെ നീ ഉപേക്ഷിക്കരുത്. ഞാൻ നെഗ്ലക്റ്റ് ചെയ്തതുപോലെ, ഞാൻ തിരസ്കരിച്ചതുപോലെ നീ ഒരിക്കലും തിരസ്കരിക്കരുത്. നോ ആരാധന. നോ. ആരാധന സ്മൈൽഡ് പൊളൈറ്റ്ലി. ആരാധന പറഞ്ഞു ഇല്ല മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് അവൾ ചിരിച്ചു. യു ആർ എ റിയൽ യങ് ലേഡി, ദാറ്റ്സ് വാട്ട് യു ആർ. സൂൺ വി വിൽ ഹാവ് ടു സ്റ്റാർട്ട് ലുക്കിംഗ് ഫോർ എ സ്യൂട്ടബിൾ മാച്ച് ഫോർ യു. നീ വളരെ സുന്ദരിയായിട്ട് നല്ലൊരു കുട്ടിയാണ്, നീ ഒരു ലേഡിയായിട്ട് മാറിക്കഴിഞ്ഞു, ഒരു യങ് ലേഡിയായിട്ടൊരു സുന്ദരിയായൊരു പെൺകുട്ടിയായിട്ട് മാറിക്കഴിഞ്ഞു. ഉടനെ തന്നെ നിനക്ക് ചേരുന്ന ഒരു പയ്യനെ ഞങ്ങൾ കണ്ടുപിടിക്കുമെന്നും പറഞ്ഞു. ദാദിമ പ്ലീസ്. ആരാധന ത്രൂ എ എംബ്രൈസ്ഡ് ഗ്ലാൻസ് എറൗണ്ട് ഹെർ. അവൾ ഒരു സ്നേഹത്തോടെ ദാദിമയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ദാദിമ പ്ലീസ്. ദാദിമ കല്യാണത്തെ പറ്റിയിരുന്നു ഇപ്പോൾ പറയരുത്, അവളുടെ മനസ്സിൽ അങ്ങനെയെന്നുള്ളൊരു ചിന്തയില്ല. മുത്തശ്ശി എന്ത് പറഞ്ഞു, സമയമൊക്കെ കടന്നു പോവുകയാണ് മോളെ, സമയമൊക്കെ കടന്നു പോവുകയാണെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പ്രമീള ആൻറ്റിയിലേക്ക് തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്. പ്രമീള ആൻറ്റിയുടെ അടുത്ത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ പ്രമീള? ഇറ്റ് സെർട്ടൻലി ഈസ് മൈ ആൻഡ് നോഡഡ്. ഓ, ആൻറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് തലയാട്ടി. ഇറ്റ് സീംസ് ഇറ്റ് വാസ് ജസ്റ്റ് യെസ്റ്റർഡേ വെൻ സുനിത ബ്രോട്ട് ഹെർ ഹോം. ഹൗ സ്കിന്നി ഷീ വാസ്, സ്കിന്നി ആൻഡ് ഡാർക്ക്. ആൻറ്റി പറയുകയാണ് എനിക്ക് ഇന്നലത്തെ പോലെ തോന്നുകയാണ്, സുനിത അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഇന്നലത്തെ കാര്യം പോലെ എനിക്ക് തോന്നുകയാണ്. അന്ന് അവൾ എന്തൊരു മെലിഞ്ഞതും കറുത്തതുമായിരുന്നു എന്ന് ആൻറ്റി പറഞ്ഞു. പ്രമീള പറയുകയാണ്. ഒന്ന് തുറിച്ച് പ്രമീള ആൻറ്റിയെ നോക്കി, ഒരു സംശയത്തിൻ്റെ മുനയിലൊന്ന് തുറിച്ച് നോക്കി. ഹൗ ഓൺ എർത്ത് കുഡ് ഷീ സേ സച്ച് ഹേർട്ടിങ് വേർഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ആരാധന. അവർക്ക് എങ്ങനെയാണ് ഇത്രത്തോളം വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ ആരാധനയുടെ മുന്നിൽ വെച്ച് പറയാൻ പോകുന്നത്? ഡിഡ് ഷീ നോ ഹൗ ടച്ചി ഷീ വാസ് എബൌട്ട് ഡാർക്ക് കോംപ്ലക്ഷൻ. അവർക്ക് ആൻറ്റിക്ക് നല്ലതുപോലെ അറിയാം അവളുടെ ആ ആരാധന ഒന്ന് കറുത്തതാണ്. അപ്പം അവൾ കറുത്തു പോയതുകൊണ്ട് അതിലവൾക്ക് സങ്കടം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ആൻറ്റിക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. എന്നിട്ടും ആൻറ്റി എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച്, അല്ലെങ്കിൽ അവളുടെ മുന്നിൽ വെച്ച് ഈ കാര്യങ്ങളൊക്കെ ആൻറ്റി ഇങ്ങനെ തുറന്നു പറയുന്നതെന്ന് സിമി ചിന്തിക്കാം. എല്ലാ ദിവസവും ഈ ആൻറ്റി ഇതിൽ തന്നെ എന്തിനാണ് പിടിച്ചു തൂങ്ങി കിടക്കുന്നത്? പ്രമീള, മൈ ഗ്രാൻഡ് മദേഴ്സ് വോയിസ് ഹാഡ് ആൻ എഡ്ജ് നൗ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു മിണ്ടാതിരി പ്രമീള, ഡു കീപ് ക്വയറ്റ്. നീ വാടച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. ഐ ലുക്ക്ഡ് അറ്റ് ആരാധന. ദ ബ്രൂസ്ഡ് ലുക്ക് ഇൻ ഹെർ ഐസ് ഹേർട്ട് മീ ഇമ്മെൻസ്ലി. ആരാധനയുടെ കണ്ണൊക്കെ നിറഞ്ഞ് വല്ലാത്ത സങ്കടത്തിലേക്കാണ്. ആ സങ്കടം കണ്ടപ്പോൾ സിമിക്കും വല്ലാത്ത സങ്കടം തോന്നി. ഐ ഗ്രൂപ്ഡ് ഫോർ ഹെർ ഹാൻഡ് ആൻഡ് സ്ക്യൂസ്ഡ് ഇറ്റ്. സിമി എന്ത് ചെയ്ത് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളെ കയ്യിൽ ഞെരുക്കി പിടിച്ചു. ഫോർഗെറ്റ് ഹെർ, ഷീ മാഡ് ആൻഡ് മീൻ ആൻഡ് മിസറബിൾ. നീ അതൊക്കെ വിട്, അവർക്ക് വട്ടാണ്. നമ്മൾ പറയത്തില്ലേ എല്ലായിടത്തും ഒരു ആൻറ്റി ഒരു അമ്മാവനും ഒക്കെ കാണത്തില്ലേ, അതുപോലെ അവർക്ക് വട്ടാണ്. നീ അവർ പറയുന്നതൊന്നും കാര്യമാക്കണ്ട. അവർക്ക് എന്താണ് പറയുന്നതെന്നും ബോധമില്ലാത്തൊരു സ്ത്രീയാണ് അവർ. മൈ സിസ്റ്റർ ഗേവ് എ സ്മോൾ ലാഫ് വിച്ച് സൗണ്ടഡ് മോർ ലൈക്ക് എ ക്രൈ. അവൾ സിമിയുടെ സമാധാനിപ്പിക്കുന്നത് കേട്ടിട്ട് ആരാധന ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. പക്ഷേ അവളുടെ മുഖത്ത് ആ സങ്കടം കാണാൻ കഴിയും. അതാണ് സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്നത്. ഇനി സെക്ഷൻ 2 കിടക്കാം. ആരാധന ഈസ് ഷോക്ക്ഡ് ആൻഡ് ഷാട്ടേർഡ്. ഷീ ആസ്ക്ഡ് ഹെർ ഗ്രാൻഡ് മദർ ടു ടെൽ ഹെർ ദ ട്രൂത്ത്. What is that? Aradhana wants to know. Why does her grandmother not tell the truth? Who does she send for? ഇനി സെക്കൻഡ് സെക്ഷനിലേക്ക്. എന്തിനാണ് ആരാധന ഷോക്കായത്? എന്താണ് അവൾക്ക് അറിയേണ്ടത്? മുത്തശ്ശി എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്താണ് അവൾക്ക് മുത്തശ്ശിയിൽ നിന്ന് അറിയേണ്ട ആ രഹസ്യം അല്ലെങ്കിൽ ആ സത്യം എന്നൊക്കെയാണ് സെക്ഷൻ 2 നമ്മൾ പറയാൻ പോകുന്നത്. ഐ ട്രൈ ടു പുൾ ഹെർ അവേ ഫ്രം ദ മിറർ, അവേ ഫ്രം ഗ്രാൻഡ് മദർ ആൻഡ് പ്രമീള, ഹൂസ് വോയിസ് റോസ് അഗ്രസീവ്ലി. ഓഫ് കോഴ്സ് ഷീ നീഡ്സ് ടു നോ. എന്ത് ചെയ്തു സിമി അവളെ അവരുടെ അടുത്ത് നിന്ന് പിടിച്ച് മാറ്റി കൊണ്ടുപോകാൻ നോക്കിയപ്പോഴും പ്രമീള ആൻറ്റി എന്തോ രഹസ്യം പറയുന്നുണ്ട്. പക്ഷേ അത് അവർ രഹസ്യമായിട്ടല്ല പറയുന്നത്, ആരാധന കേൾക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടി തന്നെ രഹസ്യമായിട്ട് പറയുന്നത് പോലെയാണ് പറയുന്നത്. പക്ഷേ അവർ പറയുന്നത് ആരാധനയ്ക്കും സിമിക്കും കേൾക്കാമായിരുന്നു, അവിടെ നിന്ന് മാറിപ്പോകുന്നെങ്കിലും. ഓഫ് കോഴ്സ് ഷീ നീഡ്സ് ടു നോ. തീർച്ചയായിട്ടും അവൾ അത് അറിയേണ്ട കാര്യമാണ്. അപ്പോൾ അവൾ എന്താണ് അറിയാൻ പോകുന്നത്? കം ആരാധന, ഇഗ്നോർ ഹെർ. അപ്പോൾ സിമി പറഞ്ഞു നീ വാ ആരാധന, അവരെന്തോ പറയട്ടെ, നീ അതൊന്നും വിഷയമാക്കണ്ട, വാ നമുക്ക് പോകാമെന്ന് സിമി ആരാധനയും വിളിച്ചു. ഐ ഹാവ് ടോൾഡ് സുനിത ടൈം ആൻഡ് എഗെയിൻ മൈ ആൻഡ് വോയിസ് വാസ് ലോ. ആൻറ്റിയുടെ വോയിസ് ചെറുതാണെങ്കിലും അവർക്ക് ആൻറ്റി പറയുന്നതൊക്കെ കേൾക്കാമായിരുന്നു. ഞാൻ പലതവണ സുനിതയോട് പറഞ്ഞതാണ്. ഞാൻ പലതവണ സുനിതയുടെ അടുത്ത് പറഞ്ഞിട്ടും അവൾ കേൾക്കാൻ കൂട്ടായിട്ടില്ല. ഐ ടോൾഡ് ഹെർ
ടോൾഡ് ഹർ ദ അതർ ഡേ ടു, ഞാൻ പല ദിവസവും പറഞ്ഞിട്ടുണ്ട്, ആൻ അഡോപ്റ്റഡ് ചൈൽഡ് മസ്റ്റ് നോ ദ ട്രൂത്ത്. ഒരു അഡോപ്റ്റഡ് ചൈൽഡ് അവളെ ദത്തെടുത്തതാണെന്ന് അവൾ തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. ഞാൻ പലതവണ സുനിതയോട് പറഞ്ഞതാണ്, അവൾ ആരാധന അഡോപ്റ്റഡ് ആണെന്ന് അവളോട് പറയണമെന്ന് ഞാൻ പലതവണ പറഞ്ഞിരുന്നു. പക്ഷെ അവൾ എൻ്റെ വാക്ക് കേട്ടില്ല. പ്രമീള ആൻറ്റി ആരടുത്ത് പറയുകയാണ്, മുത്തശ്ശിയുടെ അടുത്ത് പറയുകയാണ്. രഹസ്യമായിട്ടാണ് പറയുന്നതെങ്കിലും പ്രമീള ആൻറ്റിയുടെ വോയിസ് ആരാധനയ്ക്കും സിമിക്കും നല്ലതുപോലെ കേൾക്കാൻ കഴിയുമായിരുന്നു. ഷീ ഹാസ് ടു ടെൽ ആരാധന സൂണർ ഓർ ലേറ്റർ, ഷീ മസ്റ്റ് നോ. ഇപ്പോഴല്ലെങ്കിൽ എത്രയും വേഗം തന്നെ അവളിത് പറയണം, എത്രയും വേഗം ആരാധന ഇത് അറിയേണ്ടതായിട്ടുണ്ട്. അഡോപ്റ്റഡ് ചൈൽഡ്, ആരാധന അഡോപ്റ്റഡ് ചൈൽഡ്. അപ്പോൾ സിമിയുടെ മനസ്സിൽ അഡോപ്റ്റഡ് ചൈൽഡോ, ദത്തെടുത്ത കുട്ടിയോ, ആരാധന അപ്പോൾ ദത്തെടുത്ത കുട്ടിയാണോ? സിമിയുടെ മനസ്സിലും കണ്ണിലുമൊക്കെ ആശ്ചര്യം വിരിഞ്ഞു. അതുപോലെ ആരാധനയ്ക്ക് ഇത് വലിയൊരു ഷോക്കായിപ്പോയി. ഇപ്പോൾ പെട്ടെന്ന് ഈ കാര്യം കേട്ടപ്പോൾ പ്രമീള ആൻറ്റിയുടെ വായിൽ നിന്ന് ഇത് കേട്ടപ്പോൾ പ്രമീള ആൻറ്റി പറയുന്നത് കേട്ടപ്പോൾ പെട്ടെന്ന് ആരാധനയും സിമി ഷോക്കായിപ്പോയി. സിമിക്ക് എന്ത് ചെയ്യണമെന്ന്, സിമിക്ക് കേട്ടത് സത്യമാണോ എന്ന് വിശ്വസിക്കാൻ സിമിക്ക് കഴിയാതായിപ്പോയി. എന്ത് ചെയ്യണമെന്ന്, പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വീശിയതുപോലെയോ എന്തൊക്കെയോ സിമിക്ക് സംഭവിച്ചതുപോലെ അത്രത്തോളം അവൾ ഫ്രീസായിപ്പോയി. ആരാധന അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവളുടെ ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് അവൾ ഇത്രയും സങ്കടപ്പെടുന്ന ഒരു കാര്യം കേൾക്കുന്നത്. ഞാൻ അത് സുനിത പറയേണ്ട സമയത്ത് പറഞ്ഞോളാം. അത് സുനിത നോക്കിക്കോളും. നിന്നോട് ഞാൻ പറഞ്ഞതാണ് ഒന്നും മിണ്ടരുതെന്ന്, നീ ഇനി അത് അവൾ നോക്കിക്കോളും. നീ ഇനി ഒരു വാക്കുകൂടി പറയരുത്, നീ അടച്ചിരിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി പ്രമീളയോട് പറഞ്ഞു. ദേഷ്യപ്പെട്ടു. ആൻറ്റി എന്ത് പറഞ്ഞു, ഒരുപാട് വൈകിപ്പോയി, നമ്മൾ ഓൾറെഡി ഇത് പറയേണ്ടതാണ്. മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. ഒരുപാട് വൈകിപ്പോയോ, നീ എന്താണ് പറഞ്ഞത് എന്ന് നിനക്ക് ബോധമുണ്ടോ, നീ പറയേണ്ട സാഹചര്യത്തിലാണോ ഇത് പറഞ്ഞതെന്നൊക്കെ മുത്തശ്ശി പ്രമീള ആൻറ്റിയോട് കയർത്തു. ആരാധന, ഷീ ഡിഡിൻ ഹിയർ മീ. അപ്പോൾ സിമി ആരാധനയെ വിളിച്ചു. പക്ഷേ ആരാധന ഒന്നും മിണ്ടിയില്ല. അവൾ ആകെ ഫ്രീസായതുപോലെ, ഐസായതുപോലെ നിൽക്കുകയാണ്. ആരാധന, I shook her by the shoulders. Dadima, I cried helplessly. Come quickly. അപ്പോൾ സിമി ആരാധന എന്ന് വിളിച്ചിട്ടൊന്നും ആരാധന കേൾക്കുന്നില്ല. ആരാധനയെ സിമി കുലുക്കി വിളിച്ചു. രണ്ട് കയ്യിലും പിടിച്ചിട്ട് കുലുക്കി വിളിച്ചിട്ടൊന്നും അവൾ കേൾക്കുന്നില്ല. അവൾ ആകെ സ്റ്റക്കായിട്ട്, അവൾ ആകെ ഫ്രീസായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ സിമി മുത്തശ്ശിയെ വിളിച്ചു. Grandmother came, wobbling on heavy feet. What's the matter? She asked. What's the matter? She repeated, alarmed. ആരാധന, ഫോർ ഹെവൻ സേക്ക് സ്പീക്ക് അപ്പ്. അപ്പോൾ മുത്തശ്ശി വന്നിട്ട് എന്ത് പറ്റി മക്കളെ, എന്താണ് സംഭവിച്ചതെന്ന് മുത്തശ്ശി 2-3 വട്ടം ചോദിച്ചു. അപ്പോൾ ആരാധന, മോളെ എന്താണെന്ന് വെച്ചാൽ പറയും, നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക എന്ന് മുത്തശ്ശിയും സിമിയും ആരാധനയോട് പറയണം. ബട്ട് ദ സൈലൻസ് സ്ക്രീം കണ്ടിന്യൂ ഓൾദോ ഹെർ ലിപ്സ് വെയർ ക്ലോസ്ഡ്. പക്ഷെ അവൾ സൈലൻ്റായിട്ട് തന്നെ നിന്നു. അവൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എന്താണ് സംഭവിച്ചത്, ആരാധനയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് പ്രിൻസിപ്പലിനും സ്റ്റുഡൻസിനും ഒക്കെ അറിയണം. കാരണം എന്താണ്, ആരാധനയുടെ പ്രോഗ്രാമാണ് ആദ്യം നടക്കാൻ പോകുന്നത്. ആരാധനയുടെ നൃത്തത്തോടു കൂടിയാണ് ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരാധന ഇങ്ങനെ വിഷമിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്താണെന്ന് അവർക്കും അറിയണം. ഹോപ്പ്ലെസ് ക്രൈ, ഐ ഫ്ലഗ് മൈ ആർട്സ് അറൗണ്ട് ദ ആരാധനാസ് നെക്ക് ആൻഡ് വെപ്റ്റ്. ഇറ്റ്സ് നോട്ട് ട്രൂ ആരാധന, ഇറ്റ്സ് നോട്ട് ട്രൂ, ഐ സോബ്ഡ്. അപ്പോൾ സിമി ആരാധനയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ വിഷമിക്കല്ലേ, നമ്മൾ കേട്ടതൊന്നും സത്യമല്ല, നീ വിഷമിക്കല്ലേ, ഇത് ഒരിക്കലും സത്യമല്ല, നമ്മൾ കേട്ടതേ സത്യമല്ല എന്ന് സിമി ആരാധനയോട് പറഞ്ഞു. അവൾ ദാദിമാരുടെ അടുത്ത്, പ്രമീള ആൻറ്റിയെ നോക്കിയിട്ട് അവൾ ദാദിമാരുടെ അടുത്ത് ചോദിച്ചു, ആൻറ്റി പറഞ്ഞത് സത്യമാണോ, ഈസ് ഇറ്റ് ട്രൂ, അത് സത്യമാണോ? വാട്ട്? ആൻഡ് പ്രമീള സെഡ്, ഐ വാണ്ടഡ് ടു ഹിയർ ദ ട്രൂത്ത്. അപ്പോൾ ആൻറ്റി ചോദിച്ചു എന്ത് സത്യമാണോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് എന്താണ് സത്യമെന്ന് എനിക്കറിയണം. ഐ മസ്റ്റ് നോ ദ ട്രൂത്ത്. ഷീ സ്ക്രീംഡ്, ഐ മസ്റ്റ്. അവൾ കരഞ്ഞുകൊണ്ട് അവൾ ഒച്ചത്തിൽ പറഞ്ഞു, എനിക്കറിയണം, എനിക്ക് സത്യം എന്താണെന്ന് അറിയണം. അവൾ പ്രമീള ആൻറ്റിയുടെ അടുത്ത് ചോദിക്കണം, ഈ പറഞ്ഞതും കേട്ടതൊക്കെ, ഞാൻ കേട്ടതൊക്കെ സത്യമാണ്, എനിക്ക് എന്താണ് സത്യമെന്ന് എനിക്കറിയണം. ഓൾ റൈറ്റ് മൈ ഗ്രാൻഡ് മദർ ട്രെംബ്ൽഡ്. എന്ത് പറഞ്ഞു, നീ ഒന്ന് സമാധാനപ്പെടുക, എല്ലാം ഞങ്ങൾ പറയാം. സിമിയോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അമ്മ എവിടെ പോയിക്കാണ്? അമ്മയും അച്ഛനും, അമ്മ ഇന്ന് സ്പെഷ്യലി അവൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയായിരുന്നു. വെൻ ഐ റീച്ച് ദ ഡോർ ഐ ഹേർഡ് മൈ സിസ്റ്റേഴ്സ് വോയിസ് ടോൺ വിത്ത് ഗ്രീഫ്. ലീവ് മീ അലോൺ ഓൾ ഓഫ് യു. ഓഹ്, വൈ ഡോണ്ട് യു ലീവ് മീ അലോൺ. അപ്പോൾ
ആരാധന സിമി അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നടന്നു പോയി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആരാധനയുടെ ഉച്ചത്തിലുള്ള സൗണ്ട് കേൾക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് വെറുതെ വിടും, ഞാൻ കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, അല്ലെങ്കിൽ എന്നെ ഒന്ന് വെറുതെ വിടുന്നുള്ള ആരാധനയുടെ സൗണ്ട് സിമി കേൾക്കുകയാണ്. അതാണ് സെക്ഷൻ 2 നമ്മൾ സെക്ഷൻ 2 പറയുന്നത്. ഇനി സെക്ഷൻ 3 വരികയാണ്. Within seconds, I turned with my mother to make up room, but Aradhana was not there. Where is she? Asked my mother. What happened? അപ്പോൾ പെട്ടെന്ന് തന്നെ സിമി അമ്മയായിട്ട് മേക്കപ്പ് റൂമിലെത്തി. പക്ഷേ അവർക്ക് അവിടെ ആരാധനയെ കാണാൻ കഴിഞ്ഞില്ല. എന്ത് പറ്റി? അവൾ എവിടെ പോയി? അമ്മ ചോദിക്കണം, അവൾ എവിടെ പോയി? അവൾക്ക് എന്ത് പറ്റി? ആൻഡ് പ്രമീളാസ് eyes were hard. What, don't you mind your own business? For heaven's sake, how could you tell her now? അപ്പോൾ പ്രമീള ആൻറ്റി പറഞ്ഞു, അവൾ ഈ ഡോറിൽ കൂടെ പുറത്തോട്ട് ഇറങ്ങി പോകുന്നത് കൊണ്ട് ഇതെല്ലാം നിൻ്റെ കയ്യിലെ തെറ്റാണ്. നീ എന്തുകൊണ്ട് സുനിത അവളൊരു അഡോപ്റ്റഡ് ചൈൽഡാണെന്ന് എന്തുകൊണ്ട് ഇതൊന്നും നേരത്തെ പറഞ്ഞില്ല എന്ന് അപ്പോൾ അമ്മ പറഞ്ഞു, പ്രമീള നിർത്ത്, നിനക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ തോന്നുന്നു? നിനക്ക് നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ പ്രമീള, നീ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ എന്തിനാണ് തലയിടുന്നത്? ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഇതൊക്കെ പറയേണ്ടത് എന്ന് സുനിത അവരുടെ അമ്മ പ്രമീള ആൻറ്റിയോട് ചോദിച്ചു. എന്നിട്ട് അവിടെ എല്ലാം സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് പോയിട്ട് അവിടെ എല്ലാം ആരാധനയെ നോക്കി. അവർക്ക് അവിടെ ഒന്നും ആരാധനയെ കാണാൻ കഴിഞ്ഞില്ല. അവിടെ എല്ലാം അവർ വിളിച്ചു, പക്ഷെ അവളുടെ ഭാഗത്തുനിന്ന് ഒരു ആൻസറും ഉണ്ടായില്ല. അവർക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അമ്മ കരഞ്ഞുകൊണ്ട് അവളെ എല്ലായിടത്തും അന്വേഷിക്കാൻ തുടങ്ങി. The soft wind carried her voice away but brought no response. Search for her at the back. My mother turned. I will check the car park. ഒടുവിൽ കാർ പാർക്ക് ചെയ്യുന്ന കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് ചെക്ക് ചെയ്യാൻ പോയി. I turned and started walking in a daze when suddenly I heard muffled cry followed by another cry. പെട്ടെന്ന് സിമി കുറച്ച് ദൂരം ഒന്ന് നടന്ന് ആരാധ്യയെ നോക്കാൻ വേണ്ടിയിട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു കരച്ചിൽ കേട്ടു. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു 2 കരച്ചിലാണ് അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ആരൊക്കെയാണ്? അപ്പോൾ അമ്മ ആരാധനയെ കണ്ടു. ആരാധനയും അമ്മയും കരയാണ്. They stood under a peepal tree, facing each other. My sister, tall, broad-shouldered, was looking down at my mother. Aradhana pulled out the flowers from her hair. She cried, "You deceived me, you and Papa, all of you. I hate you. I hate all of you, everybody, everything." ആരാധ്യ എന്താണ് പറഞ്ഞത്? യു ഡിസീവ്ഡ് മീ, യു ആൻഡ് പപ്പ, ഓൾ ഓഫ് യു, ഐ ഹേറ്റ് ഓൾ ഓഫ് യു, എവ്രിബഡി, എവ്രിതിങ്. അപ്പോൾ പീപ്പിൾ ട്രീയുടെ സിമി നോക്കുമ്പോൾ പീപ്പിൾ ട്രീയുടെ താഴെയായിട്ട് ചുവടിലായിട്ട് അമ്മയും ആരാധനയും നിൽപ്പുണ്ട്. രണ്ടുപേരും കരയുകയാണ്. ആരാധന അമ്മയോട് ഷൗട്ട് ചെയ്യുകയാണ്, നിങ്ങളെല്ലാവരും എന്നെ വഞ്ചിച്ചു. ഡിസീവ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? വഞ്ചിക്കുക എന്നാണ് അർത്ഥം. അമ്മയും അച്ഛനും എല്ലാവരും എന്നെ വഞ്ചിച്ചു, എനിക്ക് ആരെയും ഇഷ്ടമല്ല, എനിക്ക് ആരെയും കാണണ്ടെന്ന് പറഞ്ഞ് ആരാധന കരയുകയാണ്. അവളുടെ തലയിൽ അവൾ ഭരതനാട്യത്തിന് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരുന്ന അവളുടെ തലയിലിരുന്ന ആ പൂക്കളൊക്കെ വലിച്ചെറിഞ്ഞു. തലയിൽ നിന്നും അതെല്ലാം വലിച്ചെറിഞ്ഞു. I ran towards her. No, Aradhana, I pleaded. Don't say that. Please don't say that. അപ്പോൾ സിമി പെട്ടെന്ന് തന്നെ കരച്ചിൽ കേട്ട് അവരവിടെ നിൽക്കുന്നത് ആരാധനയെ കണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ സിമി പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തെത്തി. അതിനുശേഷം സിമി ആരാധനയോട് പറഞ്ഞു, നീ അങ്ങനെ ഒരിക്കലും പറയരുത്, അങ്ങനെ അല്ല, നീ പറയുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞിട്ട് സിമി പറഞ്ഞത് കേൾക്കാനോ സിമിയെ കാണാനോ ഒന്നും ആരാധന കൂട്ടാക്കിയില്ല. സിമിയുടെ വാക്കുകളൊന്നും അവൾ കേൾക്കുന്നില്ല. ഹെർ ഷോൾഡേഴ്സ് ട്രെംബിൾഡ് ആസ് ഷീ ടേൺഡ് അവേ ഫ്രം ബോത്ത് ദ മദർ ആൻഡ് മീ. അവൾ ആരാധന അവരുടെ രണ്ടുപേരുടെയും അടുത്തുനിന്ന് മുഖം തിരിച്ച് നടക്കാൻ തുടങ്ങി. ആരാധന മൈ മദർ സെഡ് quickly, "We love you, my child, and believe me, we will always love you. You are our child. For almost 18 years I have cared for you. I have laughed with you and I have cried for you. I have given you 18 years of my life. Don't you think that counts more than being carried 9 months inside my womb? Tell me, dear." വളരെയധികം സങ്കടം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അമ്മ ആരാധനയോട് പറയാണ്, മോളെ, നിന്നെ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിന്നെ ഞങ്ങളെല്ലാവരും സ്നേഹിക്കുകയാണ്. നിനക്ക് എൻ്റെ അമ്മയുടെ ജീവിതത്തിൻ്റെ 18 വർഷങ്ങളാണ് അവൾക്ക് വേണ്ടിയിട്ട് അമ്മ അവളെ കെയർ ചെയ്തു, അവളെ കൂടെ സന്തോഷിപ്പിച്ചു, അവളുടെ സന്തോഷങ്ങളിൽ പങ്കുചേർന്നു, അവളെ സന്തോഷിപ്പിച്ചു. എല്ലാം അമ്മ 18 വർഷങ്ങൾ അവൾക്ക് വേണ്ടി ചിലവഴിച്ചു. അപ്പോൾ അതിൽ നിന്നും അമ്മയുടെ സ്നേഹം അവൾക്ക് മനസ്സിലാകുന്നില്ലേ
എന്നുള്ള കാര്യങ്ങളൊക്കെ ആരാധനയോട് അമ്മ ചോദിക്കുകയാണ്. വെറും 9 മാസം എൻ്റെ വയറ്റിൽ കിടക്കുന്ന ആ 9 മാസത്തെ കാലയളവിനേക്കാൾ കൂടുതൽ 18 വർഷം ഞാൻ നിന്നെ കെയർ ചെയ്തിട്ടില്ലേ, അത് നിനക്ക് ആ വെറും ഒരു 9 മാസത്തെ കാലയളവായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ആ ഒരു 9 മാസം നീ ഗർഭപാത്രത്തിൽ എൻ്റെ ഗർഭപാത്രത്തിൽ കിടക്കാത്തത് നിനക്ക് വലിയൊരു കാര്യമായിട്ടാണോ തോന്നിയത്? അപ്പോൾ എൻ്റെ 18 വർഷത്തെ സ്നേഹവും കെയറും ഒന്നും നിനക്ക് ഒന്നുമായിട്ട് തോന്നിയില്ലേ എന്നാണ് അമ്മ ചോദിക്കുന്നത്. ദർ വാസ് നോ ആൻസർ. അവൾ ഇതൊന്നും കേട്ടിട്ടൊന്നും പറഞ്ഞില്ല. അമ്മ ചോദിക്കുന്നതിന് അവൾ ആദ്യമൊന്നും മിണ്ടില്ല. അത് കഴിഞ്ഞിട്ട് അമ്മ വീണ്ടും അവളെ നിർബന്ധിച്ചപ്പോൾ അവൾ പറയണേ എനിക്ക് ഒന്നും അറിയത്തില്ല എന്ന് അവൾ പറയാം. അമ്മ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ആരാധനയ്ക്ക് റിപ്ലൈ ഇല്ല. അവൾക്കൊന്നും അറിയത്തില്ല. അവൾ എന്താണ് പറഞ്ഞത്? ഐ ഡോണ്ട് നോ, എനിക്കൊന്നും അറിയത്തില്ല. ബട്ട് ഐ നോ സെഡ് മൈ മദർ ക്വിക്ക്ലി. അപ്പോൾ അമ്മ പറഞ്ഞു, പക്ഷേ എനിക്കറിയാം. പപ്പ ആൻഡ് സിമി നോ, പപ്പയ്ക്കും സിമിക്കും അറിയാം. അപ്പോൾ സിമി അത് കേട്ടിട്ട് തല കുലുക്കുകയാണ്. അവർക്കെല്ലാവർക്കും അറിയാം, അവരെല്ലാവരും അവളെ സ്നേഹിക്കുന്നുണ്ട്. ലുക്ക് ഡാർലിംഗ്, ലുക്ക് അറ്റ് ദിസ് നെക്ലസ് പപ്പ ആൻഡ് ഐ ബോട്ട് ഫോർ യു. അമ്മ പറയുകയാണ്, നീ നോക്കുമോളെ, ഈ നെക്ലസ് ഞാനും പപ്പയും നിനക്ക് വേണ്ടിയിട്ട് തരാൻ വേണ്ടി സൂക്ഷിച്ചിരുന്നതാണ്. വി വോണ്ട് യു ടു വെയർ ഇറ്റ് ടുഡേ. നീ ഇന്ന് ഇത് ധരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ദിസ് ഈസ് ജസ്റ്റ് വൺ വേ ഓഫ് ടെല്ലിങ് യു ഹൗ മച്ച് വി ലവ് യു, ഹൗ മച്ച് വി കെയർ യു. ഇത് ഞങ്ങൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞങ്ങൾ ഈ ഒരു ഗിഫ്റ്റ് നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചത്. നിൻ്റെ 18th ബർത്ത്ഡേക്ക് തരാൻ വെച്ചിരുന്നത് ഇപ്പോഴാണ് കറക്റ്റ് മൊമെൻ്റ് എന്ന് കരുതിയിട്ട് അത് കൊണ്ടുവന്ന് നിനക്ക് തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. നീ അത് അണിഞ്ഞ് കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങളുടെ മനസ്സിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ, ഞങ്ങൾ അത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് ആരാധനയോട് അമ്മ പറയുന്നത്. അമ്മ ആ നെക്ലസ് എടുത്ത് അതിന് ശേഷം ആരാധനയുടെ കയ്യിൽ വെച്ചു. എന്നിട്ട് അമ്മ ചോദിക്കണം, നിനക്കെൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ മോളെ, നിനക്കത് ഫീൽ ചെയ്യുന്നില്ലേ മോളെ എന്ന് ചോദിക്കുകയാണ്. ആസ്ക് യുവർ സെൽഫ് സെഡ് മൈ മദർ. നീ നിന്നോട് തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ട് അമ്മ ആരാധനയോട് പറയുകയാണ്. ഇഫ് യു ആർ ദ ഡോട്ടർ ഐ നോ, ദ ഡോട്ടർ ഐ ലവ് യു വിൽ കം ബാക്ക് ഇൻ ടു ദ ഹോൾ ആൻഡ് ഗെറ്റ് ഓൺ ദ സ്റ്റേജ് ആൻഡ് ഡാൻസ്. അപ്പോൾ നിനക്ക് ഞങ്ങളുടെ സ്നേഹം സത്യമാണെന്ന് തോന്നുകയാണ്, നീ എൻ്റെ മോളാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിന്നെ ഞങ്ങൾ സ്നേഹിച്ച സത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ സ്റ്റേജിൽ വരെ ഡാൻസ് കളിക്കുകയും ചെയ്യുമെന്ന് അമ്മ ആരാധനയോട് പറഞ്ഞു. അമ്മ പറയണം, ഒന്നിനും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, നീ എൻ്റെ മോള് തന്നെയാണ്, ഒന്നിനും ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല. എൻ്റെ സ്നേഹം, ഞങ്ങളുടെ സ്നേഹം സത്യമാണ്, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നത് സത്യസന്ധമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ഇന്ന് സ്റ്റേജിൽ വന്ന് ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മ തിരിഞ്ഞു നടന്നു. മമ്മി ഐ ക്രൈഡ്, യു കാൻ ലീവ് ഹെർ എലോൺ, ഹെൽപ്പ് ഹെർ പ്ലീസ്. അപ്പോൾ സിമി പറഞ്ഞു, അമ്മ തിരിഞ്ഞ് നടക്കാൻ പോയപ്പോൾ സിമി പറഞ്ഞു, അങ്ങനെ അമ്മയ്ക്ക് പോകാൻ കഴിയത്തില്ല, അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അവളെ ഹെൽപ്പ് ചെയ്യണം, അവളെ സമാധാനിപ്പിക്കണമെന്നൊക്കെ അമ്മയോട് സിമി പറഞ്ഞു. മദർ didn't look at me as she answered in a dead voice, I can't help her more than I have Simi. Nobody can. She has to herself see the truth, and the sooner she does it, the better it is. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല സിമി, ഇതിൽ കൂടുതൽ എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയത്തില്ല, ഇതിൽ കൂടുതൽ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളല്ല, എൻ്റെ സ്നേഹം എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയത്തില്ല, അവൾ തന്നെ അത് സ്വയം മനസ്സിലാക്കണം. അവൾക്കത് സ്വയം മനസ്സിലാകുമെങ്കിൽ അവൾ ഇന്ന് വന്ന് നൃത്തം ചെയ്യും, അവൾക്കെല്ലാം സ്വയം മനസ്സിലാകട്ടെ എന്ന് പറഞ്ഞ് അമ്മ തിരിഞ്ഞു നടന്നു. ഇനി സെക്ഷൻ 4 ലാസ്റ്റ് സെക്ഷനിലേക്ക് വരുവാണ്. Did she like the necklace? asked my father as we slipped back into our seats. അപ്പോൾ തിരിച്ച് അവർ സ്റ്റേജിലെത്തിയപ്പോൾ അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അച്ഛൻ അമ്മയോട് ചോദിച്ചു, അവൾക്ക് ആ നെക്ലസ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവളുടെ അമ്മ നോഡഡ്, തല കുലുക്കി. ദ ലൈറ്റ് ഡിംഡ് ആൻഡ് ദ അനൗൺസർ ആസ്ക്ഡ് ശ്രീമതി കമല ദേവി ടു അഡ്രസ് ദ ഓഡിയൻസ്. അപ്പോൾ ആ ഈവൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കമലാദേവി സ്വാഗത പ്രസംഗം നടത്താൻ പോവുകയാണ്. ആൻഡ് ദെൻ ഇറ്റ് വാസ് ദ ടൈം ഫോർ ആരാധന. അതിന് ശേഷം സ്വാഗത പ്രസംഗത്തിനൊക്കെ ശേഷം ആരാധനയുടെ നൃത്തമാണ് വരാൻ പോകുന്നത്. മൈ ഫാദർ പ്രസ്ഡ് മൈ ഹാൻഡ് ആൻഡ് സ്മൈൽഡ് അറ്റ് മീ. അപ്പോൾ അച്ഛൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. അച്ഛൻ സിമിയുടെ കയ്യെ മുറുക്കെ പിടിച്ചിട്ട് അവളെ നോക്കി ചിരിച്ചു. ഐ ഡിഡ് നോട്ട് ലുക്ക് അപ്പ്. വാട്ട്സ് റോങ്, ഹീ സഡൻലി ആസ്ക്ഡ് മീ, ഈസ് സംതിങ് ദ മാറ്റർ. അപ്പോൾ അച്ഛൻ നോക്കി ചിരിച്ചിട്ടോ അച്ഛന് മുഖം കൊടുത്തില്ല. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താണ് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണ് കാര്യം? അച്ഛൻ ചോദിച്ചു. നത്തിങ്, ഐ മാനേജ് ടു സേ നത്തിങ്. ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല, അച്ഛനെ ഒന്നും അറിയിക്കേണ്ടെന്ന് എഴുതിയിട്ട് ഒന്നുമില്ല എന്നവൾ പറഞ്ഞു. I stared the empty stage. To the left, tabla player ideally tapped his instrument. അപ്പോൾ സിമി അമ്മയൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവരുടെ സ്നേഹം മനസ്സിലാക്കി അവൾ തിരിച്ച് നൃത്തം ചെയ്യാൻ വരുമോ, അവർക്ക് അതെല്ലാം മനസ്സിലാവുമെന്ന് കരുതിയിട്ട് അവർ സ്റ്റേജിലേക്ക്, ശൂന്യമായ സ്റ്റേജിലേക്ക് ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സെഡ് ദ വോയിസ് ഓവർ ദ ലൗഡ് സ്പീക്കർ, അവർ ഫസ്റ്റ് ഡാൻസ് ഈസ് പുഷ്പാഞ്ജലി ബൈ ആരാധന നാരായൺ. ഈ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ പുഷ്പാഞ്ജലിയാണ്, ആദ്യത്തെ ഇനോഗ്രേഷൻ ഡാൻസ് തന്നെ
ആരാധനയുടെയാണ്. ആരാധനയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ആരാധന നായർ പ്ലീസ്. അപ്പോൾ ആരാധനയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. ദ പ്ലീസ് ഡിഡിൻറ്റ് സൗണ്ട് വെരി പ്ലസൻറ്റ്. പക്ഷേ സ്റ്റേജിലേക്ക് ക്ഷണിച്ചിട്ടും ആരാധന സ്റ്റേജിലെത്തിയില്ല. ദ സ്റ്റേജ് റിമെയിൻഡ് എംപ്റ്റി. സ്റ്റേജ് ശൂന്യമായി തന്നെ കിടക്കുകയാണ്. എ റെസ്റ്റ്ലെസ് മർമർ ran through the audience. സുനിത, വാട്ട്സ് ദ മാറ്റർ? മൈ ഫാദർ ട്രൈഡ് ടു ക്യാച്ച് മൈ മദേഴ്സ് ഐസ്. അപ്പോൾ ആരാധനയുടെ പേര് വിളിച്ചിട്ടും ആരാധന സ്റ്റേജിൽ എത്തിയിട്ടില്ല. സ്റ്റേജ് ശൂന്യമായിട്ട് കിടക്കുക. അച്ഛൻ അമ്മയോട് ചോദിക്കുകയാണ്, സുനിത എന്താണ് പറ്റിയത്, എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ആരാധന സ്റ്റേജിലേക്ക് വരാത്തത് എന്ന് അച്ഛൻ സുനിതയോട് ചോദിച്ചു. അപ്പോൾ അമ്മയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അമ്മയ്ക്ക് ഭൂമി പിളർന്ന് അങ്ങ് താഴേക്ക് പോയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലാണ് അമ്മ ഇരിക്കുന്നത്. അമ്മ അച്ഛനോട് എന്താണ് പറയേണ്ടതെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. വീണ്ടും അനൗൺസർ മൂന്നാമത്തെ പ്രാവശ്യവും ആരാധനയുടെ പേര് വിളിച്ചു. അപ്പോഴും ആരാധന സ്റ്റേജിലേക്ക് എത്തിയില്ല. സൈലൻസ് മാത്രം. എ സൈലൻസ് ദാറ്റ് വെയ്റ്റഡ് ഡൗൺ on me with a suffocating force. Just then the distant sound of gunguroos, the sound of chemical tap tap tap. A weak applause rose from the audience. മൂന്നാമത് പ്രാവശ്യം വിളിച്ചിട്ട് ആരാധനയെ കണ്ടില്ല. പക്ഷേ ഒരു സെക്കൻഡിനിപ്പുറം ആരാധനയുടെ ചിലങ്ക, ഗുങ്കുരു എന്ന് വെച്ചാൽ എന്താണ്? ചിലങ്കയുടെ ശബ്ദം അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. ആരാധന അകലെ നിന്ന് നടന്നു വരുന്ന ആ ചിലങ്കയുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. ചിലങ്കയുടെ ശബ്ദം അടുത്തടുത്ത് വരുന്നുണ്ട്. ചിലങ്കയുടെ ശബ്ദം ലൗഡറായിട്ട് കൂടുതൽ നന്നായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? ആരാധന സ്റ്റേജിലേക്ക് വരികയാണ്. അപ്പോൾ ആരാധന സ്റ്റേജിലേക്ക് എത്തി. ആരാധനയുടെ ഡ്രസ്സും ആരാധനയുടെ മേക്കപ്പിനെ പറ്റിയിട്ടൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആരാധന കരഞ്ഞതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അവളുടെ ആ പടർന്നിരുന്ന കരിമഷിയെല്ലാം നേരെ ആയിട്ടുണ്ട്. അവളുടെ തലയിലെല്ലാം തിരിച്ച് പൂക്കളൊക്കെ അതാ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അവളുടെ ഡ്രസ്സെല്ലാം കറക്റ്റായിട്ട് തന്നെ വളരെ മനോഹരിയായിട്ട് തന്നെ അവൾ നിൽക്കുന്നുണ്ട്. ഷീ ഫോൾഡഡ് ഹെർ ഹാൻഡ്സ് ഓവർ ദ ബ്രസ്റ്റ് ഓൾമോസ്റ്റ് ടച്ചിങ് ദ സ്മോൾ ഗോൾഡ് പെൻഡൻറ്റ് ഓഫ് ഹെർ ഡെലിക്കേറ്റ് നെക്ലസ്. അവൾ എല്ലാവരോടുമായിട്ട് നമസ്കാരം പറഞ്ഞപ്പോൾ അവളുടെ കഴുത്തിൽ ആ അമ്മ കൊടുത്ത ആ നെക്ലസ് ഉണ്ട്. അതിൽ അവൾ ചെറുതായിട്ട് ടച്ച് ചെയ്തു. അമ്മയ്ക്കും സിമിക്കും ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവൾ ആ നെക്ലസിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അവൾ നൃത്തം സ്റ്റാർട്ട് ചെയ്തു. ഭരതനാട്യം സ്റ്റാർട്ട് ചെയ്തു. പതിയെ അവളുടെ മുഖത്തുണ്ടായിരുന്ന ആ ടെൻഷനും ദുഃഖവും എല്ലാം മാറി അവൾ പ്ലസൻ്റായിട്ട് തന്നെ അവൾ ആ ഡാൻസുമായിട്ട് ഇഴുകിച്ചേരാൻ തുടങ്ങി. ഷീ ഡാൻസ് നോട്ട് ഫോർ ദ ടീച്ചർ. അവൾ ഡാൻസ് കളിച്ചത് ടീച്ചറിന് വേണ്ടിയിട്ടല്ല. അവൾ ഡാൻസ് കളിച്ചത് കാണാൻ വന്നിരിക്കുന്ന ഓഡിയൻസിന് വേണ്ടിയിട്ടില്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഷീ ഡാൻസ് ഫോർ വൺ പേഴ്സൺ ഓൺലി. ഒരേ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അവൾ ഈ ഡാൻസ് കളിച്ചത്. ഹൂ ഫോളോഡ് എവറി സിംഗിൾ മൂമെൻറ്റ് ഓഫ് ഹെർസ് വിത്ത് ബ്രൈറ്റ് ബേണിംഗ് ഐസ്. അവർ മദർ. ആർക്ക് വേണ്ടിയിട്ടാണ് അവൾ കളിച്ചത്? അവളുടെ കൂടെ എന്നും നിന്ന് അവളെ സ്നേഹിച്ച് അവളെ കെയർ ചെയ്ത് നിന്ന അവരുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, സുനിതയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ ആ ഡാൻസ് ഇന്ന് സ്റ്റേജിൽ വന്ന് നൃത്തം ചെയ്യുന്നത്. അപ്പം വളരെ നല്ലൊരു സ്റ്റോറിയാണ്. ഇതാണ് സ്റ്റോറി എന്ന് പറയുന്നത്. സ്റ്റോറി നരേറ്റ് ചെയ്തിരിക്കുന്നത് സിമിയാണ്. സിമി എന്ന് പറയുന്നത് ആരാധനയുടെ സിസ്റ്ററാണ്. സ്റ്റോറിയിൽ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? സുനിത അമ്മയാണ്. അതുപോലെ ആരാധനയാണ് സ്റ്റോറിയിലെ മെയിനായിട്ടുള്ള കഥാപാത്രം എന്ന് പറയുന്നത്. ആരാധന നല്ലൊരു ഡാൻസറാണ്. ആരാധനയുടെ സിസ്റ്ററാണ് സിമി എന്ന് പറയുന്നത്. ആരാധന ഒരു അഡോപ്റ്റഡ് ചൈൽഡാണ്. പിന്നെ ഇതിലുള്ളത് അച്ഛനുണ്ട്, ഗ്രാൻഡ് മദറുണ്ട്, ഗ്രാൻഡ് ഫാദറുണ്ട്, അതുപോലെ തന്നെ അവരുടെ അച്ഛനും ഉണ്ട്. പക്ഷേ ഇവർക്കൊന്നും കഥയിൽ വലിയ ഒരു റോളുള്ളതായിട്ട് നമ്മൾ പഠിച്ചതിലില്ല. പിന്നെ ഇതിൽ നെഗറ്റീവായിട്ട് വന്നതാണ് പ്രമീള ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റിയാണ് ഈ കഥയിൽ നെഗറ്റീവ് കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റി കാരണമാണ് ഈ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആൻറ്റി പറഞ്ഞ ആ രഹസ്യം പരസ്യമായി പോയതാണ് ആരാധന ഇത്രയും വിഷമിക്കാനൊക്കെ ഉണ്ടായ സാഹചര്യം. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത്, നിങ്ങളെല്ലാവരും നന്നായിട്ട് ടെസ്റ്റ് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ടെസ്റ്റ് വായിച്ചില്ലെങ്കിൽ ഓരോ സെൻറ്റൻസുകളും അല്ലെങ്കിൽ ഒരു സന്ദർഭം എവിടെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പം എഴുതാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ടെസ്റ്റ് വായിച്ചിട്ട് എല്ലാവരും എക്സാം എഴുതുക. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും TMA ട്യൂട്ടർ മാർക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക തന്നെ ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ചാനൽ കണ്ടിഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യണം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ബൈ ബൈ.